100% യോജിപ്പോടുകൂടി ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നിലപാടുകളോടെല്ലാം യോജിപ്പാണെങ്കിലും ഫാക്ട്സ് എന്നൊരു കാര്യമുണ്ട്. ആ ഫാക്ട്സ് പുറത്തു വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഹാഷ്മി പറ്റുമെങ്കിൽ ഹാഷ്മിയുടെ സ്വന്തം ചാനൽ കൂടിയായ 24 ന്യൂസിന്റെ ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ ഒന്ന് കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ ലോൺ ആപ്പിന്റെ അടക്കമുള്ള കാര്യങ്ങളുടെ ആംഗിളുകൾ പോലീസും കമ്മീഷണറും രാഹുൽ ഈശ്വർ കേരളത്തിൽ ലോണാപ്പ് ഉണ്ടായിട്ടുണ്ട്. ലോണാപ്പുകളിൽ നിന്ന് ബന്ധുക്കളുടെ ഫോൺ നമ്പർ എടുത്തു വെച്ച് അശ്ലീല ചിത്രം അയച്ചു കൊടുത്ത് ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലോണാപ്പ് അവിടെ നിൽക്കട്ടെ, ആ ലോണാപ്പ് അവിടെ നിൽക്കട്ടെ. പോലീസ് പറഞ്ഞ അത് എന്താണ് ആപ്തവാക്യമല്ലല്ലോ, അവിടെ നിൽക്കട്ടെ, ലോണാപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ആയിക്കോട്ടെ, അല്ലല്ല ഷാബു പ്രസാദ്, ആയിക്കോട്ടെ, അതായിക്കോട്ടെ. പക്ഷെ ലോണാപ്പുകൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ലോണാപ്പുകൾ ഫോണിൽ നിന്നും ഈ പറയുന്ന രേഖകൾ ചോർത്തിയെടുക്കലും ഈ പറയുന്ന അശ്ലീല ചിത്രം ഉണ്ടാക്കലും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കലും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കലും ആത്മഹത്യ കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ആ ലോണാപ്പ് പോലീസ് പറഞ്ഞ അവിടെ നിൽക്കട്ടെ. പോലീസ് പറഞ്ഞ വേദവാക്യമല്ല. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. ആരുമാണെന്ന് പറയുന്നില്ല, ബാലൻസിംഗിന് നോക്കണ്ട, എന്തോ ആപ്പ് എടുത്ത് വെച്ചിട്ട് സഹോദരി ഈ സമയത്ത് പോലും അവരുടെ വിഷമം കടിച്ചു പിടിച്ച് അവരുടെ ആ നിലപാട് പറയാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് പ്രണാമമുണ്ട്. അവിടെയാണ് സണ്ണി സാറിനോട് ഞാൻ യഥാർത്ഥത്തിൽ സണ്ണി സാറിനെ അല്ല പറഞ്ഞത്, നേരെ തിരിച്ച് ഷാബു പ്രസാദ് ഒരു ആപ്പ് കിട്ടിയപ്പോഴേക്ക് താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഒരു നിറമാറ്റം? എന്തിനാണ് ഒരു ആപ്പിന്റെ വാർത്ത കിട്ടുമ്പോൾ ഒരു നിറമാറ്റം ഉണ്ടാകുന്ന കാര്യം എന്താണ്? നമ്മൾ ജാതി കേരളത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? താങ്കളെതിരെ ആഞ്ഞടിക്കായിരുന്നില്ലേ? അതിനിടയ്ക്ക് ഒരു ആപ്പ് കിട്ടിയ പെട്ടെന്ന് അടിച്ചാൽ പിടിക്കേണ്ട കാര്യം എന്താണ്? അതായിക്കോട്ടെ. നമ്മൾ താങ്കൾ പറയുകയായിരുന്നല്ലോ ഇവിടെ പ്രബുദ്ധ കേരളത്തിലെ ജാതിവറിയെ പറ്റി പറയുകയായിരുന്നില്ലേ? അപ്പോഴേക്കും ഒരു ആപ്പിന്റെ വാർത്ത വന്നപ്പോൾ അതിച്ചാടി പിടിക്കേണ്ട കാര്യം എന്താണ്? അതവിടെ നിൽക്കട്ടെ, ആപ്പ് അവിടെ നിൽക്കട്ടെ സാറേ, ആപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ആപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. പോലീസ് പറയുന്നതല്ലേ? ഈ സമയത്ത് പോലീസ് അത് പറയുന്നത് എന്തിനാണെന്നുള്ള കാര്യം വ്യക്തമാവട്ടെ. ഈ സമയത്ത് പോലീസ് അത് വന്ന് പറയുന്നതിന്റെ ഉദ്ദേശം വ്യക്തമാവട്ടെ. പോലീസിന്റെ നിശ്ചിത താല്പര്യം വ്യക്തമാവട്ടെ. വരട്ടെ, അതൊക്കെ വരട്ടെ. രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കൂ. ശരി, ആപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കൂ. ഇവിടെ ഒരു പയ്യൻ അവിടെ എന്താണ് അവന് അടുത്തുള്ള വീട്ടിൽ അവർ സംസ്കാരം ചെയ്ത് കഴിഞ്ഞുള്ളൂ. എന്തോ നാപ്പ്. രാഹുൽ പറഞ്ഞ് പൂർത്തിയാക്കൂ. അല്ലല്ല ഹാഷ്മി, ജാതിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു സെക്കൻഡ്. നമ്മുടെ കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ലെയറുകളുണ്ട്. രാഷ്ട്രീയപരമായി നമ്മൾ പ്രബുദ്ധരാണ്. മതത്തിന്റെ കാര്യത്തിൽ വലിയ മതസൗഹാർദ്ദമുണ്ട്. ഇത് സണ്ണി സാറിനോടാണ്. സണ്ണി സാറിനെ അല്ല ഞാൻ പറഞ്ഞത്, നേരെ തിരിച്ച് ശ്രീ ഷാബു പ്രസാദ് ജി മോണോലിസയുടെ കല്യാണം കൂടി ജാതി പീഡനമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ശരിയല്ല, അതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും അത് സണ്ണി സാറിനെയാണ് പറയുന്നത് എന്ന രീതിയിലുള്ള ഒരു വിക്ടിം ആർഗ്യുമെന്റ് ഉന്നയിക്കേണ്ട ആവശ്യമില്ല. സെന്റിമെന്റ്സ് എന്ന വാക്ക് ഞാൻ പൂർണ്ണമായി മാറ്റുന്നു, പിൻവലിക്കുന്നു. അങ്ങയുടെ നിലപാടിനോടും ശ്രീ ദിനുവിന്റെ നിലപാടിനോടുമാണ് എനിക്കും കേരളത്തിലെ 99% ആൾക്കാർക്ക് യോജിപ്പുണ്ടാകുക. കാര്യം ജാതീയതയുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ സൊല്യൂഷൻ അല്ല എന്റെ സൊല്യൂഷൻ ഗാന്ധി മാർഗമാണ്. അങ്ങയുടെ സൊല്യൂഷനും ദിനുവിന്റെ സൊല്യൂഷനും പക്ഷേ അംബേദ്കറിന്റെ മാർഗമായിരിക്കും, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മാർഗമുണ്ട്, മഹാത്മാ ഫൂലെയുടെ മാർഗമുണ്ട്, വ്യത്യസ്ത മാർഗങ്ങളുണ്ട്. പക്ഷേ ഈ എല്ലാ കാര്യത്തിനെയും ഒരു സ്പർദ്ധയുടെ ആംഗിളിലേക്കോ ക്രിമിനൽ കാസ്റ്റ് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. നേരെ തിരിച്ച് നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ ജാതീയതയുടെ പ്രശ്നങ്ങൾ, സമുദായങ്ങൾ എന്നും ഉണ്ടാകും, പക്ഷേ ജാതീയതയുടെ പ്രശ്നങ്ങൾ നേരിടണം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെയും ഗാന്ധിജിയുടെയും ദർശനമാണ് വേണ്ടം എന്ന ഒറ്റ വിയോജിപ്പേ അങ്ങയോടുള്ളൂ. ഒരു 21-കാരൻ അങ്ങ് ദയനീയമായി കൊല്ലപ്പെട്ട് ഒരു പ്രതിഷേധവും ഉണ്ടാകുന്ന നാട്ടിലാണ് താങ്കൾ ഈ പറയുന്ന എന്തോ സംയുക്ത സമരം ഉണ്ടാവുന്നത് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.